ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥയൊന്ന് കേട്ടാലോ? അങ്ങനെ നമ്മുടെ ദേവു പറയുന്നുണ്ട്, ഇങ്ങനെ ഗജാനന്ദൻ വന്ന് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു സച്ചേട്ടനെയും ദേവി ചേച്ചീനെയൊക്കെ ഉപദ്രവിക്കുന്നതാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ അയാളാണോ എന്ന് ഇങ്ങനെ പറയും. അത് കേട്ടിട്ട് അങ്ങനെ രേവതിയുടെ റൂമിൽ വരുന്നുണ്ട്. അപ്പം രേവതിക്ക് വന്നൊരു ഓർഡറിനെ പറ്റി പറയുകയാണ് സച്ചിയോട് ഇത് വല്ലതും അറിയുന്നുണ്ടോ? ആരോ അമ്മ എന്നാ പറഞ്ഞത്, വിളിച്ചിട്ട് ഓർഡറൊക്കെ എടുത്തിട്ട് അവർ സാധനങ്ങൾ എപ്പോഴാണ് എത്തിച്ച് തരിക എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അവരെന്ത് പണി കാണിക്കുന്നത്, ഇത് വല്ലതും സച്ചേട്ടൻ അറിയണ്ടെന്ന് ചോദിക്കും. ഇതൊക്കെ പറയുമ്പോൾ സച്ചിയൊന്നും മിണ്ടാണ്ട് അങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുക. പറയും, സച്ചേട്ടൻ അത് എവിടെയാണ് എന്ന് പറയും. അപ്പോൾ പറയും, ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും എൻ്റെ ചെവി കേൾക്കില്ല. കാരണം നിന്നെ ഉപദ്രവിച്ചത് അവനാണ്, ആ ഗജാനന്ദനാണ്. അവൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ എൻ്റെ ചെവിയിൽ എന്ന് പറയും. അത് കേട്ടിട്ട് രവിയും വരുന്നുണ്ട്. അപ്പോൾ പറയും, ഗജാനന്ദനോ എന്നൊക്കെ. അതേ രേവതി, നിന്നെ ആക്സിഡൻറ്റിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചത് അവനാണ് എന്ന് പറയും. ഇതെങ്ങനെ സച്ചേട്ടൻ അറിഞ്ഞു വയ്ക്കുമ്പോൾ ദേവു പറഞ്ഞു, അവിടെ ചെന്നിട്ട് ഉത്തര അവൻ വെല്ലുവിളിച്ചിരുന്നു, നിന്നെ ഒക്കെ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടാണ് അത്ര പോകുന്നത് എന്ന് പറയും. ഇതവൻ്റെ പണി തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, ഇതവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രവിയും വരും. അപ്പോൾ പറയും, നീ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ലേ മോനെ? അവരാണെങ്കിൽ അന്വേഷിക്കാനും തുടങ്ങിയിട്ടുണ്ടോ? നീ ഒരു കാര്യം ജീവനാണ് നിന്നെ അപായപ്പെടുത്താൻ പെടുത്തിയതെന്ന് നമുക്കൊരു കംപ്ലയിൻ്റ് ഒന്നും കൂടെ കൊടുക്കാം. നീ അത് പോയി പറഞ്ഞോ, അല്ലെങ്കിൽ നീ ഉപദ്രവിക്കാനോ നീ തല്ലാനോ കൊല്ലാനോ ഒന്നും പോകണ്ട എന്നൊക്കെ പറയും. എന്നാൽ അത് രേവതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ അതിനൊന്നും പോവല്ലേ അറിയും. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, സച്ചിയേട്ടൻ അതിനൊന്നും പോകണ്ട, നമുക്ക് ആരും കൊല്ലാനും തല്ലാനൊന്നും പോകണ്ട സച്ചിയേട്ടാ എന്നങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ കുറേ രവിയും രേവതിയും കൂടി പറഞ്ഞ് മനസ്സ് മാറ്റുന്നുണ്ട്. അപ്പോൾ പറയും, നീ ഒരു കേസ് കൊടുത്താൽ മതി, അയാളെയാണ് സംശയം എന്ന് പറഞ്ഞ് പോലീസുകാർ, അപ്പോൾ അവർ വേണ്ടത് ചെയ്തോളും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയും പറയുന്നുണ്ട്. അങ്ങനെ രേവതി സ്നേഹത്തോടു കൂടിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ സച്ചി ഒരു പൊടിക്ക് ഒതുങ്ങുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പാർക്കിൽ ചെന്ന് ഇവനോട് പറയുന്നുണ്ട്, ആരോടാ, മറ്റേ ഈശോട് പറയുന്നുണ്ട്. അപ്പോൾ പറയും, നിനക്കറിയില്ല ഇവിടെ ഒരു ഫ്രോഡുണ്ട്, ഗജാനന്ദൻ പലിശയ്ക്ക് പണം കൊടുക്കലാണ് അവന് പണി. അവനാണ് ഒരു പ്രാവശ്യം എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചിട്ട് എന്നെ കുടുക്കിയത്. അതിന് ഞാൻ അവന് നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ സ്ഥാപനം തന്നെ ഞാൻ പൂട്ടിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവരെ പിഴിയലാണ് അവൻ്റെ ജോലി. അവരുടെ ചോര ഊറ്റി കുടിക്കുക അവൻ. രക്തരക്ഷസിൻ്റെ സ്വഭാവമാണ്. പണം പലിശയ്ക്ക് കൊടുത്തിട്ട് അവരെ മാക്സിമം ഉപദ്രവിക്കലാണ് അവൻ്റെ പണി. അത് ഞാൻ അവനെ അടിച്ച് അവനെ നിലം പരിശാക്കി കളഞ്ഞു. അതിനുശേഷം അവൻ നിർത്തിയിരുന്നു. അവൻ വീണ്ടും വന്നിട്ടുണ്ട് അത്രേ. അപ്പോൾ രേവതിയുടെ വീട്ടിൽ പോയിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മുന്നേ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുന്നുണ്ട്. പോലീസുകാരാണെങ്കിൽ ഇയാൾ പറയുന്നത് മൈൻഡ് ചെയ്യണമില്ല. അപ്പോൾ പറയും, അപ്പോൾ തന്നോട് പലത് പറഞ്ഞു വയ്ക്കുമ്പോൾ എനിക്ക് സംശയമാണ് സാറേ, അവൻ തന്നെയാവും എൻ്റെ ആ ഭാര്യ ആക്സിഡൻറ്റിൽ പെടുത്തിയിരുന്നത് പറയും. തന്നൊരു കാര്യം ചെയ്യൊരു പെറ്റീഷൻ എഴുതി ഇവിടെ ഞങ്ങളത് അന്വേഷിച്ചോളാം, ഇപ്പം എനിക്ക് നേരല്ല, ഒരു കള്ളനെ പിടിക്കാൻ പോവാണ്. ഞാൻ ചെല്ലുമ്പോഴേക്കും തൻ്റെ കാര്യം കേട്ടുകൊണ്ടെന്നല്ലേ കള്ളൻ്റെ പാട്ടിന് പോവും എന്ന് പറഞ്ഞിട്ട് SI അവിടെ നിന്ന് ജയിച്ചു പോവാണ്. പിന്നെ ഇവന് മനസ്സിലാവും, താനൊരു കാര്യം ചെയ്യുക, ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കുക, തന്നെ കൊണ്ട് തോറ്റല്ലോ എന്നൊക്കെയാണ് പോലീസുകാരൻ പറയുന്നത് സച്ചിനോട്. അപ്പോൾ സച്ചിക്ക് മനസ്സിലായി, ഇതിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നീതി കിട്ടില്ല എന്ന് സച്ചിക്ക് മനസ്സിലായിട്ടോ. അങ്ങനെ വന്നിട്ടാണ് പിന്നെ ഈച്ചോട് പറയുന്നത്, പിന്നെ അങ്ങനെ വിട്ടാൽ പറ്റില്ല, അവനെ പിടിക്കണം എന്നുള്ളതിൽ. അങ്ങനെ ഗജാനന്ദൻ അപ്പോൾ ഇങ്ങനെ അവൻ്റെ ഓഫീസിലിരിക്കുക ഗജാനന്ദൻ്റെ. അപ്പോൾ ഒരു ഗുണ്ടയുണ്ട്. അപ്പോൾ ഗുണ്ട ഗജാനന്ദൻ ചേട്ടാ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ആദ്യം നീ എന്നെ സാറേന്ന് വിളിച്ചു, പിന്നെ ബോസേന്ന് വിളിച്ചു, ഇപ്പോൾ ഇത് ചേട്ടാന്ന് വിളിക്കുന്ന ആളെ നീ എൻ്റെ പേരാവും വിളിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗജാനന്ദനും അവൻ്റെ ഗുണ്ടയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയും, പൈസ വാങ്ങിയവരാരും തിരിച്ച് തരുന്നില്ല, എന്താ ഇനി ചെയ്യുക എന്ന് പറയുമ്പോഴേക്കാണ് നമ്മളെ സച്ചിയുടെ വരവ്. സച്ചി സച്ചിനെ കാണുമ്പോൾ, എടാ നീ ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ച് സച്ചിൻ്റെ കോളറിന് കയറിന് പിടിക്കും. അപ്പോൾ പറയും, നീ എൻ്റെ കോളറിന് പിടിക്കുന്നുണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അടിയാണ്, ഭയങ്കര ഇടി. സച്ചി നല്ല കണക്കിന് പൊട്ടിക്കുന്നുണ്ട്. ഗുണ്ടയും കൂടുന്നുണ്ട്. ഗുണ്ടേനെ ഈച്ച തടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ പറയും, നീ എന്നെ എന്ത് വേണമെങ്കിലും ചോദിച്ചു, പക്ഷേ എൻ്റെ ഭാര്യയെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, ഭാര്യയെ തൊട്ട് കളിക്കുന്നു. അപ്പോൾ ഇയാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇയാളല്ല ഇതിൻ്റെ പിന്നിൽ, ആൻ്റണിയാണ് എന്നാണ് തോന്നുന്നത്. ആൻ്റണിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് കേട്ടോ. അപ്പോൾ ഭാര്യ
നീ എൻ്റെ ഭാര്യയെ കാറിടിച്ച് കൊല്ലാൻ നോക്കല്ലേ എന്ന് പറയും. കാറിടിച്ചിട്ടോ ഞാനോ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അറിയാം അയാളല്ല എന്നുള്ളത്. പക്ഷെ സത്യം അതൊന്നും കേൾക്കുന്നില്ല. സത്യം അയാളെ പൊതിരെ തല്ലുണ്ട്. അപ്പോൾ പറയും, നീ വീണ്ടും വന്നല്ലേ, നിന്നെ ഞാൻ അടിച്ചൊതുക്കി വിട്ടതല്ലേ, പിന്നെ നീ വീണ്ടും വന്നല്ലേ, എന്നിട്ട് നീ അവളുടെ വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തിയില്ലേ എന്നെ അവളെ ഒതുക്കുമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നീ എൻ്റെ ഭാര്യനെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമായിരുന്നട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മേശേനെ മുകളിലേക്ക് തള്ളിയിട്ട് ചോടി മറിഞ്ഞ് അവനെ അടിയോട്ടടി. അയാൾ അവിടുന്ന്, കാരണം അയാളിതൊന്നും അറിഞ്ഞിട്ടില്ല, അയാൾ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. അതിൻ്റെ പിന്നാലെ സച്ചി ഓടും. സച്ചി ഓടുന്ന സമയത്ത് പിന്നെ ഈച്ച വിളിക്കുക, അയാൾ പോട്ടടാ, അയാൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ എന്നുണ്ട്. പോലീസുകാരൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അവൻ. അങ്ങനെ അവിടുന്ന് അയാൾ രക്ഷപ്പെടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ നമ്മളുടെ എന്താണ് ലക്ഷ്മിയും മകളും, അതായത് രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ടേബിളിൻ്റെ മുകളിൽ കൊടുന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ വെക്കുമ്പോൾ ലക്ഷ്മി ഓരോ വട്ടം ആ വീട്ടിലേക്ക് വന്നപ്പോഴൊക്കെ ചന്ദ്ര അപമാനിച്ചിട്ടാണ് അവിടുന്ന് വിട്ടുന്നത്. അപ്പോൾ അതിങ്ങനെ നിന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ദേവ് വരുന്നുണ്ട്. അപ്പോൾ ദേവ് എന്ന് ചോദിക്കുന്നത്, അമ്മ ആലോചിക്കണേ എന്ന് പറയും. അല്ല, ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വന്ന് പോകുമ്പോഴും കരഞ്ഞിട്ടല്ലാണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ദേവ് പറയും, അമ്മേ നല്ല ചാൻസാണ്, 2-3 ദിവസം അവിടെ നിൽക്കുക, എന്തായാലും ചന്ദ്രാൻ്റെ ഇവിടെ ഇല്ലല്ലോ, 2-3 ദിവസം അവിടെ നിൽക്കുക, അമ്മയ്ക്കാണെങ്കിൽ ചേച്ചിയുടെ കൂടെ നിൽക്കാനുള്ള ഒരു ചാൻസുമാണ്, ഇവിടെ നിൽക്കുക അറിയും. അപ്പോൾ പറയാം, അപ്പോൾ നിങ്ങളെ രണ്ടാളുടെ കാര്യം വയ്ക്കുമ്പോൾ, ഞങ്ങളുടെ കാര്യം പ്രശ്നമൊന്നുമില്ല അമ്മേ, അവനെ ഇനിയിപ്പോൾ അവനെന്തെങ്കിലും പറയുമോ ശരത്ത്, അപ്പോൾ പറയാം, അവനവൻ്റെ ഇഷ്ടം പോലെയല്ലേ ഇപ്പോൾ ജീവിക്കുന്നത്, നമ്മൾ പറയും പോലെയാണ് അവൻ ജീവിക്കുന്നത്, അവനവൻ്റെ പണി നോക്കട്ടമ്മേ, വേറെ എവിടെ അല്ലല്ലോ, ഇവിടെ ചേച്ചിയുടെ അടുത്തല്ലേ, നമുക്കിവിടെ നിൽക്കാമേ, അമ്മ വേണമെങ്കിൽ ഇവിടെ നിന്നോളൂ, കുഴപ്പമൊന്നുമില്ല അറിയും. അപ്പോൾ പിന്നെ സച്ചിയേട്ടനൊക്കെ ഉണ്ടല്ലോ അറിയാം. അപ്പോൾ നീ സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഗജാനന്ദൻ വന്ന കാര്യം എന്ന് പറയുമ്പോൾ ഉളന്ന് കടന്നു വരുമല്ലോ. അപ്പോൾ പറയും, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. സത്യമല്ലേ ചോദിക്കും, സത്യം തന്നെ അമ്മേ, ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് രേവതിയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. രേവതി എന്തൊക്കെയോ ഓർഡറുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ മോളെ ഞങ്ങൾ പോട്ടെ, ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചായ ഫ്ലാസ്കിലുണ്ട്, മോളെ എടുത്ത് കുടിക്കണം എന്ന് പറയും. അപ്പോൾ പിന്നെ അമ്മ പിന്നെയും ഓർഡർ വന്നിട്ടുണ്ട്, അമ്മയും അത് മറക്കരുത്, അത് കൊടുക്കണം കേട്ടോ സമയത്ത് പറയും. പിന്നെ ദേബുവിനോട് പറയും, നീ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കളിക്കാൻ നിൽക്കല്ലേ കേട്ടോ, പഠിക്കണം എന്നൊക്കെ പറയാം. അതൊക്കെ ഞാൻ പഠിച്ചോളാം ചേച്ചി എന്ന് പറയും. പിന്നെ സച്ചിയേട്ടൻ, നീ എന്താ സച്ചിയേട്ടനോട് അല്ല എന്താ ഗജാനന്ദൻ വന്ന കാര്യം എന്താ എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കട്ടോ. അത് അമ്മ പറയണ്ട എന്ന് പറയും. അപ്പോൾ സച്ചിയേട്ടനോട് പറഞ്ഞത് വയ്ക്കും. അപ്പോഴാണ് ലക്ഷ്മി അറിയുന്നത്, നീ സച്ചിയോട് പറഞ്ഞു വയ്ക്കുമ്പോൾ, ഞാൻ പറഞ്ഞു എന്ന് അറിയും. അപ്പോൾ പറയണമേ, പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയത് ചിലപ്പോൾ അയാൾ കാരണമാണെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എടി നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയണേ. അപ്പോൾ പറയില്ലമ്മേ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഞാനും അച്ഛനും കൂടി സമാധാനിപ്പിച്ച് വിടണേ, സച്ചിയേട്ടൻ തല്ലണം കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു, ഞാനും അച്ഛനും കൂടി അതൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി വിട്ടിട്ടുണ്ട് എന്നറിയാം. അപ്പോൾ ദേവ് ഒന്ന് വിചാരിക്കും, കാണാം സച്ചിയേട്ടനല്ലേ ആൾ എന്നിങ്ങനെ മനസ്സ് പറയും. അപ്പോൾ നീ എന്തിനപ്പോൾ അത് പറയാൻ പോയതറിയാം, അതുകൊണ്ട് എന്താ സച്ചിയേട്ടനൊന്ന് കരുതിയിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയും, മോളെ ഭക്ഷണം എടുത്ത് കഴിക്കണം, നീ മറക്കരുത്, മരുന്ന് കഴിക്കണം. അപ്പോൾ പറയും, അമ്മയ്ക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ട്, പക്ഷേ അമ്മയ്ക്ക് വന്ന ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ട്, അതൊക്കെ സമയത്ത് കൊടുക്കുകയും ചെയ്യും, കൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല അമ്മേ എന്നൊക്കെ പറയണം. അപ്പോൾ ശരി മോളെ, ഞാൻ പോവുകയാണ്, അപ്പോൾ ചായ ഫ്ലാസ്കിലുണ്ട്, അതൊക്കെ അച്ഛടുത്ത് തരും അമ്മേ, ഇനിയിപ്പോൾ സച്ചിയേട്ടൻ പോരും, സച്ചിയേട്ടനും അച്ഛൻ എന്നെ നോക്കുന്നില്ലാകുമ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ വർഷമുണ്ടല്ലോ, അവൾ എനിക്ക് എൻ്റെ അനിയത്തിക്കുട്ടീനെ പോലെ അറിയും. അത്രയ്ക്കൊന്നും അങ്ങോട്ടൊന്നും പോകണ്ട, അനിയത്തിക്കുട്ടിയായിട്ട് ഞാൻ മതി എന്ന് പറയും ദേവു. പിടിയിലൊരു കുശുമ്പ് കണ്ടില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി, ഞങ്ങൾ പോവുകയാണ് മോളെ ശ്രദ്ധിക്കണം, മരുന്നൊക്കെ സമയത്തെടുത്ത് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദേവ് പറയും, പിന്നെ കൊച്ചു കുട്ടിയല്ലേ അതൊക്കെ ചെയ്തോളാം, അമ്മ അങ്ങോട്ട് പോരെ എന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അവളെ അറിയാം. അപ്പോൾ ശരി, എന്നാൽ ഞങ്ങൾ പോട്ടെ അറിയും. അങ്ങനെ ഡോറിൻ്റെ അവിടെ എത്തിയിട്ട് തിരിച്ച് കടന്നു വരികയാണ് കരഞ്ഞുകൊണ്ട്. അപ്പോൾ പറയും, ഞാൻ എങ്ങനെ ഇവിടെ പോയി വീട്ടിൽ സമാധാനമായിട്ടിരിക്കുക, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, മോളിങ്ങനെ കിടക്കുന്നതല്ലേ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും വീഴ്ചയിലൊക്കെയാണ്. രേവതീനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലൊക്കെയാണ്. അമ്മയ്ക്ക് പോയ സമാധാനം ഉണ്ടാവില്ല, ഞാൻ ഇത് കണ്ടിട്ടല്ലേ ഇവിടുന്ന് പോണത് മോളെ, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അവിടെ ചെന്നിട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മയും മകളും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെമ്മനീർ പൂവിൻ്റെ കഥ പോയിരിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണുക. അതുപോലെ തന്നെ ഗജാനന്ദൻ ഇതിൽ നിരപരാധിയെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ അവളെ അറ്റാക്ക് ചെയ്തത് ആൻ്റണി തന്നെയാണ്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണുക. ഇതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.